എനിക്ക് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തോന്നുന്നത് അൻസിബയാണ്. ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ജാസ്മിൻ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഫേക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ അൻസിബയാണ്. അൻസിബ ഋഷിക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തിരുത്തി കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട് ജാസ്മിനോട് ഒരു എക്സാമ്പിൾ പറയാമോ എന്ന്. അപ്പോൾ ജാസ്മിൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ക്യാപ്റ്റൻസി ടാസ്ക് ഋഷിയുടെ വളരെ മോശമായിരുന്നു. അതിവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പുറത്തും അങ്ങനെ തന്നെ ആയിരിക്കാം വിഷയം. പക്ഷെ ആ സമയത്ത് അൻസിബ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എങ്കിൽ മാറി നിന്ന് എല്ലാവരുടെ മുമ്പിൽ നിന്ന് മാറി നിന്ന് ചെയ്ത തെറ്റുകൾ തിരുത്തി കൊടുക്കാനും അൻസിബ ശ്രമിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അൻസിബ ഫേക്ക് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണെന്നാണ് തോന്നുന്നത്. നല്ല ഫ്രണ്ട്സ് എപ്പോഴും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കും. അൻസിബ അത് ചെയ്തിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് ജാസ്മിൻ പറഞ്ഞു പോയിരിക്കുന്നുണ്ട്. ഋഷി എക്സാമ്പിൾ ചോദിച്ചു, ആ എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് ജാസ്മിൻ പോയിരുന്നത്. ഞാൻ വന്നിട്ട് ജാസ്മിന് കൊടുക്കുന്നു. ഇത്രയും ദിവസത്തെ ജേണിയിൽ ആർക്കൊക്കെയാണ് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഗ്രാൻഡ് ഫൈനലിൽ എത്തും എന്നുള്ളത് ലാലേട്ടൻ ചോദിച്ചിരിക്കുകയാണ്. അതിൽ ശ്രീതു പറഞ്ഞിരിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ഗ്രാൻഡ് ഫിനാലിൽ എത്തും എന്നാണ് ശ്രീതു പറഞ്ഞിരിക്കുന്നത്. ജിൻഡോ ബ്രോ, നിങ്ങളുടെ കൂടെ കോമ്പറ്റ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ നെക്സ്റ്റ് ടാസ്കിൽ ജാസ്മിന് കിട്ടിയിരിക്കുന്നത് ഏറ്റവും മോശം ഗെയിം കളിക്കുന്ന ആൾ എന്നതാണ്. അപ്പോൾ അതിന് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ജിൻഡോ ബ്രോ എന്നാണ്. എന്നിട്ട് അവിടെ നിന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കൂടെ ഗെയിം കളിക്കുന്നതാണെങ്കിലും ജിൻഡോ ബ്രോ കളിക്കുന്നത് ശരിയാകുന്നില്ല എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ജിൻഡോയുടെ കയ്യിൽ നിന്നൊരു രോമം പിഴുതെടുത്തിട്ട് ഇങ്ങനെ ഊതി വിടുന്നത് പോലെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം തന്നെ ജാസ്മിൻ പറയുന്നുണ്ട്, ലാലേട്ട കണ്ടില്ലേ, ഇതേപോലെയാണ് ഓരോ കാര്യങ്ങളും കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ ഇതാണ്, എക്സാമ്പിൾ കാണിച്ച് തന്നെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ജാസ്മിനോട് പോയിരുന്നു. അപ്പം തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ ജിൻഡോ ഇതാണോ വന്ന മാറ്റം, ഒരാൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അത് കേൾക്കാൻ പോലും നിൽക്കാതെ ഇങ്ങനെയുള്ള ആക്ഷൻസ് ആണോ കാണിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ജിൻഡോ വന്നിട്ട് പറയുന്നുണ്ട്, ജാസ്മിനെ കുറിച്ചാണ് പറയുന്നത്. ആ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം ജിൻഡോ പറയുന്നത് കേൾക്കാതെ ജാസ്മിൻ അതേപോലെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകും ജിൻഡോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ജിൻഡോ സോറി ലാലേട്ട സോറി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇതിനൊരു സോറി അല്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പൊതുവേദിയിൽ ഇതുവരെ മാറ്റങ്ങൾ, പിന്നെ എന്ത് മാറ്റം വന്നു എന്നാണ് ജിൻഡോ പറയുന്നതെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇപ്പം കുറേ ആയിട്ട് ജിൻഡോ ബ്രോയുടെ അങ്ങനത്തെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഒരു രീതിയിലും ആക്റ്റീവ് അല്ലാത്ത പോലെയാണ് തോന്നുന്നത്. പക്ഷേ അർജുനും സിജോയും ജാസ്മിനും ഒക്കെ വളരെ പവർഫുള്ളായിട്ട് മുന്നോട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ജിൻഡോയ്ക്ക് ഇനി ഒരു ഫസ്റ്റ് പൊസിഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെ അടുത്ത് നല്ല രീതിയിൽ ഇനി കോമ്പറ്റീറ്റ് ചെയ്യേണ്ടി വരും. കാരണം സിജോയും ജാസ്മിനും അഭിഷേകും അർജുനും ഒക്കെ നല്ല രീതിയിലാണ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ഈ വട്ടം സിജോ നല്ല രീതിയിൽ കളിച്ച് മുന്നേറി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമുക്കിനി മുന്നോട്ടുള്ള അപ്ഡേഷൻസ് എങ്ങനെയാണെന്ന് കണ്ടു തന്നെ അറിയണം.